പൊതുമരാമത്ത് വകുപ്പും സാക്ഷാൽ മാടൻ തമ്പുരാനും തമ്മിൽ ഒരിക്കൽ ഒരു മത്സരം നടന്നു. നെറ്റി ചുളിക്കണ്ട, സത്യമായിട്ടും ഇത് നടന്ന സംഭവമാണ്. തിരുവനന്തപുരത്തെ അരിസ്റ്റോ ജംഗ്ഷന് സമീപത്താണ് സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി റോഡരികിലെ ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിക്കുന്നു. ഈ തീരുമാനം ക്ഷേത്രത്തിലെ നിത്യസന്ദർശകരെയും നാട്ടുകാരെയും ചൊടിപ്പിച്ചു. ക്ഷേത്രം പൊളിക്കാതെ തന്നെ പാത വികസനം നടത്തണം എന്നായിരുന്നു അവരുടെ ആവശ്യം. നാട്ടുകാരും ഭക്തജനങ്ങളും ശക്തമായി തന്നെ എതിർത്തു. വകുപ്പ് തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. പൊളിച്ചുമാറ്റൽ തകൃതിയായി നടന്നു. പിന്നീട് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് അമ്പലമുറ്റത്ത് നടന്നതെല്ലാം അനർത്ഥങ്ങൾ മാത്രം. കുലദേവനാണെങ്കിലും അദ്ദേഹത്തിനെ അധികമാരും അങ്ങനെ പൂജിച്ച് കണ്ടിട്ടില്ല. കാരണം തമ്പുരാന് ക്ഷിപ്രപ്രസാദിയുമാണ്, ക്ഷിപ്രകോപിയുമാണ്. കുടുംബത്തിലുള്ള ആളാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കഠിനമായ ശിക്ഷ ഉണ്ടാവും. അത് നമ്മുടെ അമ്പലത്തിൽ അത് അനുഭവമാണ്. നമ്മുടെ അമ്പലത്തിൽ ആര് തെറ്റ് ചെയ്താലും അതിന് കടുത്ത ശിക്ഷ തന്നെ ഭഗവാനിൽ നിന്നുണ്ടാവും. ഭക്തജനങ്ങളെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവ പരമ്പരകളായിരുന്നു അവിടെ കാലങ്ങളോളം അരങ്ങേറിയത്. ഏകദേശം 150 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചുടലമാടൻ തമ്പുരാനാണ്. ശ്മശാനത്ത് എരിയുന്ന ശവത്തിൻ്റെ അവശിഷ്ടം അതൊക്കെ തന്നെയാണ് മാടൻ തമ്പുരാന് ശരിക്കും പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഇവിടെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലൊന്നും അങ്ങനത്തെ ഒരു സംവിധാനത്തിലല്ല കാര്യങ്ങൾ പോകുന്നതെങ്കിലും മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള എല്ലാ തമ്പുരാൻ പോലും ഏകദേശമുള്ള അമ്പലങ്ങളിലും ശ്മശാനത്ത് പോയി ചാമ്പലെടുക്കുന്ന ഒരു ആചാരം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് അതില്ല എന്നുള്ളതേ ഉള്ളൂ. ശ്മശാനവാസിയും ശ്മശാന ഭസ്മധാരിയും ശിവചൈതന്യ സ്വരൂപനുമായ ചുടലമാടൻ തമ്പുരാന്റെ വിഗ്രഹം ഒരു സ്തൂപ മാതൃകയിലായിരുന്നു ഈ ആൽമരച്ചോട്ടിലുണ്ടായിരുന്നത്. ശ്മശാനത്തിരിക്കുന്ന ചുടലെന്ന് പറയുമ്പം തമ്പുരാൻ രൂപം കൊണ്ടാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ അകലത്തിലാണ് ഈ ക്ഷേത്രം. തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിന് മുന്നിലായി കാറ്റത്ത് നൃത്തമാടുന്ന പച്ച തളിരിലകൾ കൊണ്ട് ചന്തം ചാർത്തിയ ഈ ആൽമരത്തിനും അമ്പലത്തിനും പറഞ്ഞു തീർക്കാനുള്ളത് ഭക്തിരസം നിറഞ്ഞ അനേകം കഥകൾ. ശിവപുത്രനായിട്ടാണ് സങ്കല്പം. തമ്പുരാന്റെ പ്രത്യേകത എന്ന് പറയുന്ന കാര്യം അശൈവ പൂജയാണ്. തമ്പുരാൻ മദ്യം, മാംസം ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൈലാസത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ല എന്നാണ് സങ്കല്പം. ഈ ആൽമര ചുവട്ടിൽ രൗദ്രരൂപിയായിട്ടായിരുന്നു മാടൻ തമ്പുരാന്റെ പ്രതിഷ്ഠ സ്തൂപ രൂപത്തിലായിരുന്നു അക്കാലത്ത്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് പാത വികസനത്തിന് വേണ്ടി ആ സ്തൂപം അവിടെ നിന്നും മാറ്റപ്പെട്ടു. ആദ്യം ഉണ്ടായിരുന്ന സ്തൂപമായിരുന്നു. ഈ സ്തൂപം മാറ്റി നേരെ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവച്ചു. ഈ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവച്ച് അന്ന് അവിടുത്തെ പഴയ ഒരു വില്ലേജ് ഓഫീസർ ഇത് കൊണ്ടുവച്ചു. അവിടുത്തെ കോവിലെ സാമഗ്രികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ വില്ലേജ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കൊമ്പ് ഒടിഞ്ഞു വീണു. അതൊരു വിശ്വാസിയായിരുന്നു ആ വില്ലേജ് ഓഫീസർ. അദ്ദേഹം എവിടെ പോയി ചോദിച്ചറിഞ്ഞപ്പം ഇന്ന പോലെ ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അവരങ്ങനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് പൊളിച്ചെടുത്താണ്, ഞങ്ങൾക്ക് സ്ഥല സൗകര്യം ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കാനും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളത് എടുത്തില്ല. ഇന്നും ആ പ്രതിഷ്ഠ അവിടെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ അവിടെ നിന്ന് മാറ്റപ്പെട്ടത് സ്തൂപം മാത്രമായിരുന്നു. ദേവചൈതന്യം ആ ആൽമരത്തിൽ തന്നെ കുടികൊണ്ടു. ആൽമരത്തിൽ കുടികൊണ്ട തമ്പുരാൻ ആരാണെന്നും തൻ്റെ ശക്തി എന്താണെന്നും പിന്നീട് കോർപ്പറേഷൻ മേധാവികളും നാട്ടുകാരും തിരിച്ചറിഞ്ഞു. ഒരുപാട് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഇത് പൊളിഞ്ഞു പോയതിന് ശേഷം ആ കോവിലിൻ്റെ നടയിൽ തന്നെ വണ്ടി ആക്സിഡൻറ്റും ഞങ്ങൾ അമ്മൂവരെ കാലമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിരുന്നു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. അത് പോയതിന് ശേഷം ഇങ്ങനത്തെ ഒരുപാട് അപകടങ്ങളും എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയാണ്.
നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കോർപ്പറേഷൻ ക്ഷേത്രത്തിനായി ഭൂമി അനുവദിച്ചു. പക്ഷെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള പരിശുദ്ധി ആ ഭൂമിക്കുണ്ടായിരുന്നില്ല. പഴയ ടോയ്ലറ്റ് മാറ്റിയിട്ട് അവിടെ അമ്പലം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പഴയ കമ്മിറ്റിക്കാർ പറഞ്ഞു അത് നടക്കില്ല, ഇത്രയും പേര് ചെയ്ത ടോയ്ലറ്റിലൊക്കെ പോയി എങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ മനഃപൂർവ്വം കൈ ഒഴിഞ്ഞാണോ എന്താണെന്ന് അറിയില്ല, അവർ കൈ ഒഴിഞ്ഞു, അവർ വേണ്ടെന്ന് വെച്ചു. തുടങ്ങാൻ വേണ്ട ആർക്കും ഏറ്റെടുക്കാൻ മടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്ക് വല്ലതും കിട്ടുമോ എന്നുള്ള പേടി കാരണം ആരും ഏറ്റെടുത്തിട്ടില്ല. അതിലുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരും മരിച്ചു പോയായിരുന്നു, ആരുമില്ല ഇപ്പം നിലവിൽ. കൃത്യമായി ചൈതന്യം ഒരിടത്ത് തന്നെ ആവാഹിച്ചിരുത്താനുള്ള നാട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടു. ദേവചൈതന്യം അവിടെ ആലിൽ തന്നെ കുടികൊണ്ടു. ആരും വിളക്ക് വയ്ക്കാതെ, പരിഗണിക്കാതെ, പൂജ കഴിക്കാതെ ആ ആൽമരം ആ ചൈതന്യത്തെയും പേറി കാലങ്ങളോളം അവിടെ നിന്നു. ഇടയ്ക്കൊരിക്കൽ മരം മുറിക്കാൻ എത്തിയവർക്കും കിട്ടി തക്ക ശിക്ഷ. ഇത് പൊളിച്ചു മാറ്റിയതിന് ശേഷം മരം മുറിക്കാനായിട്ട് JCB വന്നു. അപ്പോൾ JCBയുടെ കൈ ഒടിഞ്ഞു. പിന്നെ ഒരാൾ വെട്ടാൻ വേണ്ടി കയറി, അയാൾ മേളിൽ നിന്ന് വീണ് തലപൊട്ടി ഹോസ്പിറ്റലായി. വർഷങ്ങൾ കഴിഞ്ഞു. പരിസരത്തെ കൊച്ചുകുട്ടികൾ ആ ആലിൻ ചുവട്ടിൽ വിളക്ക് വെച്ചു. അവരുടെ പ്രാർത്ഥനകൾക്ക് തമ്പുരാൻ വിളി കേട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. പരിസരത്തെ കൊച്ചുകുട്ടികൾ ആ ആലിൻ ചുവട്ടിൽ വിളക്ക് വെച്ചു. അവരുടെ പ്രാർത്ഥനകൾക്ക് തമ്പുരാൻ വിളി കേട്ടു. ഈ പഠിച്ചുകൊടുക്കുന്ന സമയത്ത് ഈ അമ്പലം പൊളിച്ചു മാറ്റണമെന്ന് കണ്ട, റോഡ് വികസനത്തിന് വേണ്ടി അമ്പലം പൊളിച്ചു മാറ്റിയായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാനോ എന്താണ് കാര്യമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞങ്ങളത് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും പോയില്ല. അമ്പലം മാറ്റി എന്നുള്ള രീതിയിലായി. അന്നത്തെ കമ്മിറ്റിക്കാർ അമ്പലം ഏറ്റെടുക്കാനോ ഒന്നിനും മുന്നോട്ട് പോയില്ല. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 10-18 വയസ്സ് കഴിഞ്ഞ് തുടങ്ങിയപ്പം കാവടിക്ക് മാലയിടുകയാണ്. കാവടിക്ക് മാലയിട്ട് ഞങ്ങൾ പോണ സമയത്ത് ആ അരസിൻ്റെ അവിടെ ഞങ്ങളെന്നും ഒരു വിളക്ക് കത്തി, വിളക്കും ഒരു തിരിയും കത്തിച്ചേ ഞങ്ങൾ പോകും കാവടി എടുക്കാൻ പോകുമ്പോൾ. അപ്പം അങ്ങനെ പോയിരുന്ന് ഞങ്ങളെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് മുഖപടം ചെയ്ത് വെക്കാം, അവിടെ തമ്പുരാനുള്ളതല്ലേ എന്ന് തോന്നുന്നു. ഞങ്ങൾ ആ മുഖപടം ചെയ്ത് വെച്ചു. പിന്നെ ചെറുതായിട്ട് വിളക്കത്തിച്ച് തുടങ്ങി. അപ്പോഴത്തേക്ക് എതിർപ്പുകൾ ഒരുപാട് സ്ഥലത്തുനിന്നുണ്ടായി. ഇത് പൊളിച്ചു പോയ അമ്പലമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കൊച്ചുപിള്ളേർ ചേർന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലായി. അപ്പം ഞങ്ങൾ വീണ്ടും അതൊന്നും നമ്മൾ ഭാവിക്കാതെ ഞങ്ങൾ അവിടെ ഒരു ശക്തിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം തുടങ്ങി. ഒരുപാട് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഇത് പൊളിഞ്ഞു പോയതിന് ശേഷം. അതിന് ശേഷമാണ് ഞങ്ങൾ വിളക്കത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വിളക്കത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു സംഭവമില്ല. സമീപ പ്രദേശത്തെ ക്ഷേത്രോത്സവങ്ങളിൽ ഇവിടവും പരിഗണിക്കപ്പെട്ടു. ആ കുട്ടികൾ നടത്തിപ്പുകാരായി. തൊട്ടടുത്ത മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ അനുഗ്രഹ കലയുള്ളതാണ്. ഇപ്പോൾ ഈ അനുഗ്രഹ കല ഒരു ദിവസം അവിടെ നിന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെ ക്ഷേത്രം വഴിയാണ് വരുന്നു. ഞങ്ങളെ പൂജ ചെയ്യുന്ന ചേട്ടനുണ്ട്. പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടനെ വിളിച്ച് ഭസ്മം ഇടിച്ച് അനുഗ്രഹിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ശക്തിയിൽ അനുഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ ശക്തിയുണ്ട്, ഇവർ ചോദിക്കുന്നത് നിങ്ങളിവിടെ കൊടുത്തേക്കണം, നിങ്ങൾ പറ്റുമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരു 10-18 വയസ്സിലുള്ള അതിനകത്തുള്ള ആൾക്കാരേ ഉള്ളൂ. അന്ന് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 2 കൊല്ലം ഉത്സവം കഴിഞ്ഞു. ഈ 2 കൊല്ലം ഉത്സവത്തിന് ഞങ്ങളെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കാത്തതിനപ്പുറമാണ്. 5 ലക്ഷം രൂപ മേളിലൊക്കെ ആയി. ജനങ്ങൾ തന്നെ പറഞ്ഞു, കുറേ കൊച്ചു പിള്ളേർ കിടന്ന് എന്തോന്ന് കാണിക്കുന്നു, അവർക്കൊക്കെ എന്തറിയാം, എന്നിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കലും ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞവരിതാ ഇപ്പം തിരിച്ച് റിട്ടേൺ ഞങ്ങളെ ഫ്രണ്ടിൽ വന്ന് അവർക്ക് ഓരോ കാര്യം നടന്നു, ഓരോ സംഭവങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് സന്തോഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് ഇതിലേക്കൂടെ കുംഭം എഴുന്നള്ളി പോവുക. കരമര ആറ്റിൽ നിന്നാണ് എടുത്ത് അതുവഴി കിള്ളിപ്പാലം വഴി കറങ്ങി ഈ നടയെ വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നടയെ വരുമ്പോൾ കൊണ്ടുവരുന്ന കുംഭം അവിടെ വീഴും. നമ്മൾ ആ കുംഭം ഒരിടത്തും വീഴാൻ പാടില്ല, അങ്ങനെ വീഴും. അങ്ങനെ 1-2 വർഷം സംഭവിച്ചു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ കണ്ടുപിടിച്ചപ്പോൾ മുസ്ലിം ഒരാൾ പറഞ്ഞ്, നിങ്ങൾ വരുന്ന വഴിക്കൊരു ആലുണ്ട്, അവിടെ ഒരു തമ്പുരാനുണ്ട്,
ആ തമ്പുരാന് നിങ്ങൾ അവിടെ പടുക്കയിട്ട് കൊടുത്തതിന് ശേഷമേ മറുതാണ്ടി പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ പടുക്കയിട്ട് കൊടുക്കാറുണ്ട്. നാട്ടുകാരും ദൂരദേശത്തു നിന്നുള്ളവരും തമ്പുരാന്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞെത്തി. ഇപ്പം നമ്മൾ 9 മണിക്ക് ശേഷം നട തുറക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്, അവരെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, നടന്ന ആൾക്കാർ വിളിച്ച് പറയുന്നുമുണ്ട്. ഞങ്ങൾ ഒരു പൈസയോ ഒരു ദക്ഷിണയോ ഞങ്ങൾ വാങ്ങാറില്ല. എല്ലാ അമ്പലത്തിൽ കാണിക്കയിലിടുക ചെയ്യുക മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. സ്ഥലപരിമിതിക്കിടയിലും അന്നത്തെ ആ കുട്ടികൾ ദേവന് നൈവേദ്യവും പൂജകളും സമർപ്പിച്ചു. നമ്മുടെ അമ്പലത്തിൽ സാധാരണ ഉള്ള അമ്പലത്തിലെ അപേക്ഷിച്ച് പൂജകളിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മളെ പൂജ യാമപൂജയാണ്. അതായത് മാടൻ തമ്പുരാൻ എങ്ങനെയാണോ പൂജ കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് പൂജ കൊടുക്കുന്നത്. യാമപൂജ എന്ന് പറയാൻ കാര്യം ഒന്ന് പ്രധാന കാരണം നമ്മുടെ സ്ഥല സൗകര്യം ഇല്ല എന്നുള്ളതാണ് പ്രധാന കാരണം. രണ്ടാമത് മാടൻ തമ്പുരാൻ ഇഷ്ടപ്പെട്ട പൂജ കൊടുക്കണം. ഇപ്പോൾ ഏത് ദേവനാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പൂജ കൊടുക്കണമല്ലോ. ഞങ്ങൾ പൂജ കൊടുക്കുന്നത് വെച്ചാൽ നോൺ വെജ് ഐറ്റങ്ങളെല്ലാം കൊടുക്കും. കള്ള്, മുട്ട. നമ്മൾ തമിഴ്നാട് ചടങ്ങ് എങ്ങനെയാണോ അങ്ങനെയാണ് തമ്പുരാനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലം വരെ ഞങ്ങൾ വീട്ടിൽ എന്ത് കഴിക്കുന്നു അതാണ് സ്വാമിക്കും കൊടുക്കുന്നത്. ഭഗവാനെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത ആൾ എന്നാണ് നമ്മുടെ സങ്കല്പം. നമ്മളെന്ത് ചെയ്യുന്നു അതുപോലെയാണ് കാണുന്നത്. നമ്മളൊരു മനുഷ്യനെ പോലെയാണ് നമ്മൾ സ്വാമീനെ അങ്ങനെ കാണുന്നത്. നമ്മൾ അച്ഛനെ പോലെ കാണുന്നത്. എന്താണോ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം, അത് നമ്മൾ ചെയ്യുന്ന കാര്യം, ഞങ്ങൾ ചോദിക്കുന്ന കാര്യം ഞങ്ങൾക്കും തരുന്നുണ്ട്, ഞങ്ങൾ സ്വാമിക്കും കൊടുക്കുന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശിവചൈതന്യമുള്ള ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ തമ്പുരാനെ കുറിച്ച് പറയാൻ ഇവർക്ക് 100 നാവാണ്. ശിവചൈതന്യമുള്ള ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ തമ്പുരാനെ കുറിച്ച് പറയാൻ ഇവർക്ക് 100 നാവാണ്. ഈ ഉത്സവ സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ പോലെ ഉത്സവം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇതിലില്ല. പൂജാ സാധനങ്ങൾ വാങ്ങാൻ പൈസയില്ല. അപ്പോൾ ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പേരെ ഇതും കേട്ട് ഞങ്ങൾ ആ കോവിൽ ആദ്യ ഉത്സവം നടന്നു. ഞാൻ എൻ്റെ സങ്കടം ചെന്ന് സ്വാമി എടുത്ത് പറഞ്ഞു, സ്വാമി ഇതുപോലെയാണ്, കയ്യിലൊരു പൈസയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ നട കമ്മിറ്റി ഓഫീസിൻ്റെ അകത്ത് ഒരു 3-4 ലക്ഷം രൂപ അടുപ്പിച്ച് ഞങ്ങൾക്ക് അന്നത്തെ നടവരുമാനമുണ്ട്. എത്ര വർണ്ണിച്ചാലും അവസാനിക്കാത്ത അനുഗ്രഹ വർഷം വിശ്വാസികൾക്കുണ്ടായി. 48 വയസ്സ് അമ്മയ്ക്ക്. അപ്പം ഞാൻ ഇതുവഴി അമ്മയ്ക്ക് നടക്കാൻ വയ്യാതായപ്പോൾ ജൂബിലിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അമ്മയെ കാണാൻ ഞാൻ പോകുന്ന വഴിക്ക് തമ്പുരാനെ തൊഴുതിട്ട് പോയി. എൻ്റെ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല, എൻ്റെ അമ്മ പാവമാണ്, എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും നടപ്പിക്കണമെന്ന് പറഞ്ഞ് തൊഴുതിട്ട് ഭസ്മവും കൊണ്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. ഡോക്ടറിന് തന്നെ അതിശയം. ഡോക്ടർ പറഞ്ഞു എണീറ്റ് നടക്കാൻ വയ്യാത്ത വ്യക്തി 2-3 ദിവസം കൊണ്ട് എണീറ്റ് ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അത് മുതലേ തമ്പുരാനെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ മോളായിട്ട് തമിഴ്നാട്ടിലാണ് ഉള്ള. വിടുന്ന ഈ കൈ ഒടിഞ്ഞ് കൊണ്ടുപോകാൻ സ്ഥലങ്ങളില്ല, ചിലവാക്കാൻ പണമൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ മോളെ ഞാൻ വരാൻ വേണ്ടി പറഞ്ഞു. മോൾ വന്നപ്പോൾ ഇവിടെ തുള്ളലുണ്ടായിരുന്നു. എൻ്റെ മോളെ കൊണ്ട് ഞാൻ നിർത്തി കൊടുത്തു. നിർത്തിയപ്പോൾ അപ്പോൾ ഭസ്മന്മാരി ഇട്ടിട്ട് ഈ കൈനെ പിടിച്ച് തടവിട്ട് ഒരു 2 കുടച്ചിലങ്ങ് കുടഞ്ഞങ്ങ് വിട്ടിട്ട് പറഞ്ഞ് അടുത്ത വർഷം നല്ല ഈ കൈ കൊണ്ട് തന്നെ പൊങ്കാലിടണമെന്ന് പറഞ്ഞു. ഇപ്പം നല്ല കുറവുണ്ട്. ഇല്ലെങ്കിൽ ശമ്പളത്തിന് ഒരാളെ ഇരുത്തിയാണ് എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. വീരനല്ലൂരാണുള്ള കെട്ടിച്ചയച്ചത്. അവർക്ക് 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ചെറുമോക്ക് മാർക്ക് വളരെ കുറവാണ്. കൂടെ വന്നപ്പോൾ മരം കൊടുത്ത് ചെന്നൈയിൽ 4 പ്രാവശ്യം പോയി. എൻ്റെ ചെറുള്ള പാസ്സായി വന്ന് പിന്നെ 2-3 മാസം എന്താണെന്നേ ഉള്ളൂ കൊച്ചു ജോലിക്ക് കയറാൻ. ലോകത്തില്ല അത്ഭുതങ്ങളുടെ ധാരാളം പ്രത്യക്ഷ ഉദാഹരണങ്ങൾ പിന്നീട് അവിടുത്തെ ഭക്തർക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ പറയും ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ ഒഴിഞ്ഞു മാറ്റിയതാണ്. പിന്നെ ഞാൻ ഇതുപോലെ തമ്പുരാനെ വന്ന് തൊഴുതു, കുഞ്ഞുങ്ങൾ എനിക്ക് വേണം,
എനിക്ക് അത്ര ഇഷ്ടമാണ് പിള്ളേർ. എനിക്ക് വേണം തമ്പുരാനെന്ന് പറഞ്ഞിട്ട് തമ്പുരാനെ തൊഴുതിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിൻ്റെ അടുത്ത് തൊഴുതിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ നിങ്ങൾക്ക് IVF ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ആശുപത്രിക്ക് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. സക്സസ്ഫുള്ളി 7 മാസം. പിന്നെ അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, മോളെ തല ചെറുതും ബോഡി വലുതായിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നമ്മൾ വെളിയെ എടുത്ത് നോക്കിയിട്ട് കുഞ്ഞിൻ്റെ പൊസിഷൻ എങ്ങനെയെന്ന് നോക്കിയിട്ട് നമുക്ക് NICയിൽ വെക്കണം 10-15 ദിവസം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആശുപത്രിയിൽ ഇരുന്ന് കരച്ചിലായിരുന്നു. തമ്പുരാനെ നിന്നെ വിശ്വസിച്ച് ഇറങ്ങിയതാണ്, എൻ്റെ പിള്ളേർ 2 മുത്തുപോലെ എനിക്ക് കിട്ടണമെന്ന്. അപ്പോൾ 7.5 മാസത്തിൽ തന്നെ കുഞ്ഞിനെ വെളിയിലെടുത്തു. എൻ്റെ മോള് സുന്ദരിയായി സൂപ്പറായി നല്ലപോലെ എൻ്റെ കയ്യിൽ പിറ്റേന്ന് തന്നെ കിട്ടി. NICയിൽ ഒന്നും വച്ചിട്ടുണ്ടായിരുന്നു. മോനും അതുപോലെ തന്നെ. അങ്ങനെ സുന്ദരിയായ ഒരു മോളും മിടുക്കനായ ഒരു മോനും കിട്ടി. എന്തുണ്ടെങ്കിലും തമ്പുരാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടേ നല്ലതായാലും വെളിയിൽ പോയാലും എന്തൊരു കാര്യവും ചെയ്യും. ദുർമന്ത്രവാദം തുടച്ചു നീക്കാൻ ഭൂമിയിൽ ശിവപുത്രനായി അവതരിച്ച തമ്പുരാൻ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരം നിശ്ചയിക്കും. എത്രയൊക്കെ പാത വിപുലീകരിച്ചിട്ടും എത്രയൊക്കെ നവീകരണം നഗരത്തിൽ നടന്നിട്ടും ഒരിടത്തും പോകാതെ ഈ ആൽമരത്തിൽ സർവശക്തനായി ചൈതന്യരൂപനായി സഠാൽ ചുടലമാടൻ തമ്പുരാൻ അനുഗ്രഹ പുണ്യവുമായി അവിടെ തന്നെ കുടികൊള്ളുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നത് ചുടലയിലാണ്. ഭഗവാൻ ചുടലമാടനാണ്. അപ്പോൾ അതിന് ശേഷം ഒന്നുള്ള സങ്കല്പം നമുക്ക് വച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ശരീരത്തെ സംബന്ധിച്ച് ചുടലയിൽ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ പ്രത്യേകിച്ച് ഹിന്ദു മത ആചാരപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കത്തിച്ച് കഴിഞ്ഞാൽ അത് ചാമ്പലാണ്. ആ ചാമ്പൽ പൂശി നടക്കുന്ന ആളായിട്ടാണ് മാടൻ തമ്പുരാൻ്റെ സങ്കല്പം.